സാധിച്ചിട്ടില്ല. പത്തനംതിട്ട കലഞ്ഞൂരിൽ പെരുമ്പാമ്പ് നായയെ വിഴുങ്ങി. കിഷോർ എന്ന ആളുടെ വളർത്തു നായയാണ് പെരുമ്പാമ്പ് വിഴുങ്ങിയത്. 10 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെ വനംവകുപ്പ് ജീവനക്കാർ പട്ടിയാണ്. ഇത് വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ മുതൽ ഫോറസ്റ്റുകാരെ വിളിച്ചതാണ്. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന തൊട്ടുള്ള എല്ലാ ജീവികളും ഇവിടെ ഇറങ്ങിയിരുന്നു. പോത്തുപാറയിലാണ് ഒരു പട്ടിയെ പിടിച്ച് വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന പട്ടിയാണ്. ഇത് വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ മുതൽ ഫോറസ്റ്റുകാരെ വിളിച്ചതാണ്. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. അവിടെ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അഭിലാൽ. നമ്മളിപ്പോ ഒരാൾ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട്. അതിൽ അയാൾ പറയുന്നു, ഈ ഒരു പെരുമ്പാമ്പിനെ കണ്ട സമയം മുതൽ വനംവകുപ്പുമായി ബന്ധപ്പെട്ട് അവരോട് കാര്യങ്ങൾ ബോധിപ്പിച്ചു, പക്ഷെ അവർ വരാൻ വൈകി എന്നൊരു പരാതിയാണോ ഇവർ പറയുന്നത്? പെരുമ്പാമ്പിനെ പിടികൂടി ഇപ്പോൾ എവിടേക്കാണ് മാറ്റിവിട്ടത്? കലഞ്ഞൂർ പോത്തുപാറ എന്നുള്ളത് വനാതിർത്തി ഗ്രാമമാണ്. ഈ സംഭവം നടക്കുന്നത് വ്യാഴാഴ്ച രാത്രി ഏറെക്കുറെ 9:30 വനമേഖലയിലാണ്. വീട്ടിൽ നിന്നും അധിക ദൂരത്തിലല്ലാത്ത ഒരു പ്രദേശം കൂടിയാണിത്. നായയുടെ അസാധാരണമായ ശബ്ദം കേട്ടാണ് ഗൃഹനാഥൻ കിഷോർ ടോർച്ച് തെളിച്ച് നോക്കുന്നത്. ഈ ഘട്ടത്തിൽ വീട്ടിൽ നിന്ന് ഏറെക്കുറെ 30 മീറ്റർ മാറി ഒരു തോടിന്റെ കരയിൽ നായയെ പെരുമ്പാമ്പ് വിഴുങ്ങുന്ന നിലയിലാണ് ഇത് കണ്ടെത്തിയത്. തുടർന്ന് സമീപവാസികളെ വിവരം അറിയിച്ചു. ഒപ്പം തന്നെ ഫോറസ്റ്റ് സ്റ്റേഷൻ എന്നുള്ളത് പാടം സ്റ്റേഷന്റെ പരിധി വരുന്ന പ്രദേശമാണ്. അവിടെ നിന്നും ആളുകൾ എത്താൻ വൈകി എന്നുള്ള ആക്ഷേപം പ്രദേശവാസികൾ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും നായയെ വിഴുങ്ങാനുള്ള ശ്രമം ഒരു പരിധി വരെ തടയാൻ നാട്ടുകാർക്ക് സാധിച്ചു. പക്ഷേ പരിപൂർണമായും പാമ്പിന്റെ വായിൽ നിന്നും നായയെ പുറത്തെടുക്കാൻ പ്രദേശവാസികൾക്ക് സാധിച്ചില്ല. പിന്നീട് വനംവകുപ്പ് ജീവനക്കാരെത്തി പാമ്പിന്റെ വായിൽ നിന്നും നായയെ പുറത്തെടുക്കുകയായിരുന്നു. അപ്പോഴേക്കും നായ ചത്തിരുന്നു. ഏറെക്കുറെ 9.5 അടിയായിരുന്നു പെരുമ്പാമ്പിന്റെ നീളം. 15-ലേറെ കിലോമീറ്റർ തൂക്കവുമുണ്ട്. വനംവകുപ്പ് ജീവനക്കാർ പാമ്പിനെ കൊണ്ടുപോവുകയും പിന്നീട് രാത്രി തന്നെ വനമേഖലയിൽ ഉൾപ്രദേശത്ത് തുറന്നുവിടുകയുമാണ് ഉണ്ടായിട്ടുള്ളത്. വന്യജീവികൾ നിരന്തരം എത്തുന്ന ഒരു പ്രദേശം കൂടിയാണ് പോത്തുപാറ. ആനയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ശല്യമായി പ്രദേശവാസികൾക്ക് നിരന്തരം പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൃഷിനാശമാണ് അതുവഴി ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം. ഒപ്പം തന്നെ ജനജീവിതത്തിനെ ബാധിക്കുന്ന തരത്തിൽ നിത്യേന കുരങ്ങുകളും അതോടൊപ്പം തന്നെ മറ്റ് വന്യജീവികളും എത്തുന്നുണ്ട്. ചുരുക്കത്തിൽ ആ മേഖലയിലെ ആളുകൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നത്തിന്റെ മറ്റൊരു രൂപമായി തന്നെയാണ് ഈ പെരുമ്പാമ്പ് നായയെ വിഴുങ്ങുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വ്യക്തമാവുന്നത്. ശരി, അഭിലാലാണ് വിവരങ്ങൾ നൽകിയത്. അഭിലാൽ പറയുന്നത് പോലെ ഇതൊരു വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ്. വീട്ടിൽ വളർത്തിക്കൊണ്ടിരുന്ന പട്ടിയാണ്. ഇത് വിഴുങ്ങാൻ തുടങ്ങിയപ്പോൾ മുതൽ ഫോറസ്റ്റുകാരെ വിളിച്ചതാണ്. ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ആന തൊട്ടുള്ള എല്ലാ ജീവികളും ഇവിടെ ഇറങ്ങിയിരുന്നു.